ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ലഷ്ലി ലുലുസ്. നമ്മളിവിടെ അധികം പെൺകുട്ടികളും കാഷ്വലായിട്ട് ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ചുരിദാറാണ്. സൽവാർ അല്ലെങ്കിൽ കുർത്ത സെറ്റ് എന്നൊക്കെയാണ് ഇതിന് ഓൺലൈനിൽ നമുക്ക് പേര് പറയാൻ പറ്റുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ സൽവാറിൽ നിങ്ങളെല്ലാവരും ഒരു ബിഗ് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴും ചുരിദാർ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഷോള് നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കും. അതായത് ചുരിദാറിനോട് അറ്റാച്ച് ചെയ്തൊരു ഷോള് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അത് യൂസ് ചെയ്യാതെ നിങ്ങൾ ഹിജാബാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഷാൾ വാങ്ങി യൂസ് ചെയ്യും. അങ്ങനെ ചെയ്താൽ അത് ഒരു ചുരിദാറിൽ അതിൻ്റെ ടോട്ടൽ ഔട്ട്ഫിറ്റിന് ഒരു മെച്ചം ഉണ്ടാവില്ല. ഫുൾ ഓഫ് നിങ്ങളൊരു ടോട്ടൽ ലുക്ക് കാണാൻ ഭയങ്കര ബോറായിരിക്കും. ഞാൻ പറയുന്നത് ഫ്ലെയർ കുർത്ത അല്ലെങ്കിൽ ലോങ് ടോപ്പ് അല്ല, സൽവാർ സെറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന കുർത്ത സെറ്റ്, അതായത് പലാസോ ടോപ്പ് പ്ലസ് ഷോൾ വരുന്ന ആ ഒരു സെറ്റിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ഹിജാബ് വാങ്ങി ഇടാതിരിക്കുക. അതിനോട് അറ്റാച്ച് ചെയ്ത ഷോൾ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ ചുരിദാർ ഞാൻ പെരുന്നാളിനെടുത്ത ചുരിദാറായിരുന്നു. ഇതിൽ ടോപ്പ് പ്ലെയിൻ ആണ്, സ്ലീവിൽ മാത്രം ഒരു വർക്ക് ഉണ്ട്. ആൻഡ് ഫുൾ വർക്ക് വരുന്നത് എംബ്രോയ്ഡറി വരുന്നത് ഷോളിലാണ്, കുറച്ച് ഹെവി ഷോളാണ്. അപ്പം ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഷോള് ചുരിദാറിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന ഷോള് എങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് വളരെ ക്യൂട്ടായിട്ട് സിമ്പിൾ ലുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ഈ ഒരു ഷോള് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഹിജാബ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചുരിദാറിൽ അറ്റാച്ച് ചെയ്ത് വരുന്ന ഷോൾ ഒന്നെങ്കിൽ തിക്നെസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ തീരെ തിക്നെസ് ഉണ്ടാവില്ല, അത് കട്ടി കുറവായിരിക്കും, ഒരു ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അതല്ലെങ്കിൽ പക്ഷേ നമ്മൾ ചുരിദാറിൽ നോക്കുകയാണെങ്കിൽ അതിൽ പല ടൈപ്പ് വർക്ക് ഉണ്ടാവും, പല കളേഴ്സ് ഉണ്ടാവും ചുരിദാറിൽ. അതിൽ പ്രിൻറ്റഡ് വർക്ക്, സ്റ്റോൺ വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, കളേഴ്സ് തന്നെ പല കോമ്പിനേഷൻ കളേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് നമ്മളിങ്ങനെ ലുക്ക് നോക്കുന്ന സമയത്ത് അതിൽ പിന്നെ നമ്മളൊരു സെപ്പറേറ്റ് ഹിജാബും കൂടിയും യൂസ് ചെയ്യുന്നത് നമ്മളുടെ മൊത്തം ഒരു ലുക്ക് അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ നല്ലത് നിങ്ങൾ ചുരിദാറിൻ്റെ ഷോൾ തന്നെ യൂസ് ചെയ്യുന്നതാണ്. സോ ഓക്കെ, ഇനി നമുക്ക് ഹിജാബ് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഹെവി ചുരിദാർ ഷോൾ നമ്മൾക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു എൻഡ് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഷോളിൻ്റെ എൻഡ് എടുത്തിട്ട് കുറച്ച് പോർഷൻ അവിടെ ലെഫ്റ്റിൽ ബാക്കി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ഹെഡിൽ വിരിച്ചിടുക. നമ്മൾ ലെഫ്റ്റ് പോർഷനിൽ കുറച്ച് പോർഷൻ ബാക്കി വെച്ചിട്ട് ഒരു എൻഡിൽ നിന്ന് അത് നമ്മളുടെ ഹെഡിൽ വിരിച്ചിടാം. ആൻഡ് നിങ്ങൾക്ക് എത്രയാണ് കോണ് വേണ്ടതെന്നനുസരിച്ചിട്ട് നമ്മളുടെ താടിയുടെ അവിടെ ആ ഒരു പോർഷൻ ഇതിങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുക്കുക. ഒരിക്കലും നമ്മളുടെ കവിളിൻ്റെ അവിടെ അല്ല കേട്ടോ നമ്മൾ ഫോൾഡിങ് കൊടുക്കേണ്ടത്, നമ്മളുടെ ചിന്നിൻ്റെ അവിടെ അടിഭാഗത്തായിട്ടാണ് കൊടുക്കേണ്ടത്. ആൻഡ് ഒരു ഏകദേശം കോണായതിന് ശേഷം നമ്മളവിടെ നെക്കിൻ്റെ അവിടെ പിൻ ചെയ്യണം. പിൻ ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ കഴുത്തിന് ചുറ്റും നമ്മൾ ഷോൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഹെഡിൻ്റെ മേലെ കൂടെ അല്ല ചുറ്റുന്നത്, കഴുത്തിന് ചുറ്റും ചുറ്റണം. അതായത് നമ്മൾ ഒരു ഷോൾ ഫസ്റ്റ് എടുത്ത് ഒരു ഭാഗം കുറച്ചൊന്ന് തൂക്കിയിട്ടിട്ട് പിന്നെ വരുന്ന റിമൈൻ പോർഷൻ നമ്മൾ പിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹെഡിന് മുകളിലൂടെ ചുറ്റാതെ കഴുത്തിന് മുകളിലൂടെ ചുറ്റിയിട്ട് ബാക്കി വരുന്ന സെക്കൻഡ് പോർഷനാണ് നമ്മളുടെ ഹെഡിന് മുകളിലൂടെ ചുറ്റേണ്ടത്. അതായത് നമ്മൾ സാധാരണ ലെയർ എടുക്കുന്ന പോലെ തന്നെ ചെയ്യാം സെക്കൻഡ് പോർഷൻ. അങ്ങനെ ആകുമ്പോഴുള്ളൂ നമ്മളുടെ ഈ ഒരു ഹെവി ആയിട്ടുള്ള ഷോള് നമുക്കൊന്ന് ഒതുങ്ങി കിട്ടുള്ളൂ. ഇത് ഭയങ്കര സൈസായിരിക്കും, അപ്പോൾ ആ ഒരു സൈസ് നമുക്ക് ഒതുക്കി കിട്ടുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ 2021 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിജാബിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹെഡിൽ ഇങ്ങനെ ലെയർ എടുക്കുന്നതല്ല, മറിച്ച് നമ്മൾ നെക്കിലൂടെ ഒരു പോർഷൻ ചുറ്റുന്നതാണ്. അപ്പം അതൊരു വേറെ സ്റ്റൈലാണ്. അപ്പം നമ്മളുടെ ഹെഡിൽ ഒരൊറ്റ പീസ് ആപ്പ് ഉണ്ടാവുള്ളൂ. അപ്പം അതങ്ങനെ ചുറ്റി വരുമ്പോൾ നമ്മളുടെ നെക്കിൻ്റെ അവിടെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലെയർ എടുത്തിട്ട് നിങ്ങളുടെ ഹെഡിൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒരു ലെയർ നമ്മൾ ഹെഡിന് ചുറ്റും ചുറ്റിയിട്ട് ആ ഷോളിൻ്റെ വലിപ്പവും കുറക്കുക, അവിടെ ഒരു പ്രത്യേക സ്റ്റൈലും കിട്ടും. സെക്കൻഡ് ലെയർ നമ്മളുടെ ഹെഡിൻ്റെ ചുറ്റോറും ചുറ്റാം. ആൻഡ് എന്നിട്ട് നമ്മളിതിവിടെ പിൻ ചെയ്യുക. അപ്പം ഈ ഷോൾ നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇതൊക്കെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഹാങ് ചെയ്തിട്ട പോർഷൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് ലെയർ ചെയ്യാൻ പറ്റും.
പിന്നെ എല്ലാവരോടും ഒരു സോറി പറയാണ്. കാരണം നമ്മൾ ഈ ഒരു ഡോളിൽ ഹിജാബ് ചുറ്റുമ്പോൾ നമ്മളൊരു മുഖത്ത് ചുറ്റുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്കൊരിക്കലും കിട്ടില്ല. അപ്പം എനിക്കറിയാം ഈ ഒരു കോണൊക്കെ കുറച്ച് നീങ്ങി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന്മേ പിൻ ചെയ്യാനൊന്നും അധികം പറ്റില്ല. അപ്പം നമ്മൾ മുഖത്ത് ചുറ്റുന്ന പോലെ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കരുത്, മൈൻഡ് ചെയ്യരുത്. അങ്ങനെ അപ്പം ഇപ്പം നമ്മളുടെ ഈ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഈ ഹാങ് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ലെയർ ചെയ്തിട്ടൊന്ന് ചുരുക്കിയിടാം. ആൻഡ് ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കവറേജ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം നിവർത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അവിടെ കവർ ചെയ്തിട്ട് പിൻ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് കവറേജ് വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നതാണ് ഭംഗി. അപ്പോൾ ഹാങ് ചെയ്തിടുന്ന പോർഷൻ ഇങ്ങനത്തെ ഹെവി ഷോളിലൊക്കെ മാക്സിമം നിങ്ങളിങ്ങനെ നിങ്ങളുടെ കൈ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ലെയർ ആക്കിയിട്ട് അതിന് വിടുത്ത് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചുരിദാർ വന്നിട്ട് പ്ലെയിൻ ചുരിദാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഈ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട 2 സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് നിങ്ങൾ ലെയർ ചെയ്തിട്ട് നിങ്ങളുടെ ചെസ്റ്റിലോട്ട് വിരിച്ചിടുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും, കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. സോ ഇതുപോലത്തെ പാർട്ടി വെയർ ചുരിദാറിൽ നിങ്ങൾ മാക്സിമം അതിൻ്റെ ഷോൾ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലത്തെ ഹെവി ഷോള് ഇങ്ങനത്തെ സിമ്പിൾ സ്റ്റൈലിൽ നിങ്ങൾ റോൾ ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ സ്റ്റൈൽ സിമ്പിളാക്കുക, എന്നാൽ നിങ്ങളുടെ ഡ്രസ്സ് ഹെവിയും ആയിരിക്കും. അപ്പം ഇതൊരു ട്രിക്കാണ്. അപ്പം ഇങ്ങനത്തെ ഷോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ഇങ്ങനത്തെ ഷോൾ തന്നെ നിങ്ങളുടെ പ്ലെയിൻ കുർത്തയിലൊക്കെ ഇങ്ങനത്തെ ഡിസൈനിൽ വരുന്ന ഷോൾ തന്നെ യൂസ് ചെയ്യുക. അത് ഭയങ്കര ക്ലാസി ലുക്കായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റൈലിങ് ഇത് ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് സോ ഈ ഒരു സെറ്റിൽ ഇതൊരു ചുരിദാറിൻ്റെ സെറ്റാണ്. ഇതിൽ ഈ ഷോൾ വന്നിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കുള്ള ഷോളാണ്. ടോപ്പ് പ്ലെയിൻ ടോപ്പാണ്. അതിൻ്റെ സ്ലീവിൽ മാത്രമേ ഒരു വർക്കുള്ളൂ, സ്ലീവിനെയും നെക്കിൻ്റെ അവിടെ. ഞാനിത് ഫുൾ പീസ് കാണിച്ചു തരാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതൊരു ഡാർക്ക് ഷെയ്ഡുമാണ്. അങ്ങനെ ആകുമ്പം നമ്മൾ മാക്സിമം നമ്മൾ ഹിജാബ് യൂസ് ചെയ്യുമ്പം ഈ ചുരിദാറിൽ ഇല്ലാത്ത കളർ, അതായത് ക്രീം കളറാണ് നമ്മളുടെ ഹിജാബിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളിത് ചുറ്റിയെടുക്കേണ്ടത്. ആൻഡ് ഇത് ഷോളിൽ നല്ല വർക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് നമുക്ക് ഹെഡിൽ വരാത്ത രീതിയിൽ സിമ്പിളായിട്ട് ചുറ്റിയെടുക്കണം. അത്ര ഒരു ഹെവി ലുക്ക് തോന്നാത്ത രീതിയിൽ ഈ ഒരു ഹെവി ഷോൾ ചുറ്റിയെടുക്കണം. Take a moment right here, feeling like it's out gear, driving towards the sun with a rose and a gun. Feel the wind in my hair, going nowhere I swear, like an outlaw on the run. Dangerous but it's so fun, running, no. Hold on, don't let go. Running, no. Keep running. കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്നത് ചുരിദാർ ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.